വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ഫിഗർ റെപ്രസെൻ്റ് ചെയ്തത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൽ ഏതൊക്കെ സോൺസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഓരോ ലെയേഴ്സായിട്ട് ഒന്ന് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് സർഫസ് കാണാം. അപ്പോൾ ഗ്രൗണ്ട് സർഫസിൻ്റെ താഴെ വരുന്ന ലെയേഴ്സിലാണ് നമ്മൾ പറഞ്ഞു അതിൻ്റെ വോയിഡ് സ്പേസിലാണ് ഗ്രൗണ്ട് വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നത് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് സർഫസിൻ്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ സോൺ ഓഫ് എയറേഷൻ, സോൺ ഓഫ് സാച്ചുറേഷൻ. അതിൽ നമ്മൾ സോൺ ഓഫ് എയറേഷൻ ആണ് അൺസാച്ചുറേറ്റഡ് സോൺ. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അൺസാച്ചുറേറ്റഡ് സോൺ ആണ് നമ്മൾ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സർഫസിന് തൊട്ട് താഴെ വരുന്ന സോണാണ് അൺസാച്ചുറേറ്റഡ് സോൺ. അതിൻ്റെ താഴെ വരുന്ന സോണാണ് സോൺ ഓഫ് സാച്ചുറേഷൻ. ഇനി സാച്ചുറേഷൻ സോണിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ വോയിഡ് സ്പേസ് കംപ്ലീറ്റ്ലി വാട്ടർ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ലെയേഴ്സാണ് സാച്ചുറേറ്റഡ് സോൺ. ഇനി അൺസാച്ചുറേറ്റഡ് സോൺ ആണെങ്കിൽ അതിൻ്റെ ലെയേഴ്സിൽ അതിൻ്റെ വോയിഡ് സ്പേസ് കണ്ടെയ്ൻ ബോത്ത് എയർ ആൻഡ് വാട്ടർ. അങ്ങനെയാണ് നമ്മൾ രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു സോൺ ഓഫ് സാച്ചുറേഷന് പറയുന്ന വേറെ ഒരു പേരാണ് ഗ്രൗണ്ട് വാട്ടർ ഓർ ഫ്രിയാറ്റിക് വാട്ടർ. ഇനി സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സോണിന് പറയുന്ന പേരാണ് ബഡോസ് വാട്ടർ. ഇനി നമുക്ക് ഈ ഒരു രണ്ട് സോണ് എഗെയിൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സോണിൽ വരുന്ന മൂന്ന് സോൺസ് ആണ് സോയിൽ വാട്ടർ സോൺ, ഇൻ്റർമീഡിയറ്റ് ബഡോസ് സോൺ ആൻഡ് കാപ്പിലറി സോൺ. നമ്മൾ പറഞ്ഞു ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്ന ലെയേഴ്സ് ഏതാണ്? ഏറ്റവും ബോട്ടം പോർഷനിൽ കാണിച്ചിട്ടുള്ള സോൺ ഓഫ് സാച്ചുറേഷൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന വാട്ടറിന് നമുക്ക് പ്ലാന്റ്സിനായാലും നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിന് ഫ്രഷ് വാട്ടർ ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഗ്രൗണ്ട് സർഫസിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോണാണ് കാപ്പിലറി സോൺ. അതായത് കാപ്പിലറി സോൺ വഴിയാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ബഡോസ് സോണിലേക്ക് എത്തുന്നു. തിരിച്ചതെന്ത് ചെയ്യുന്നു, സോയിൽ വാട്ടർ സോണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സ് ഒക്കെ ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് എന്ത് ചെയ്യുന്നത് വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. മേജറായിട്ട് നമുക്ക് ഗ്രൗണ്ട് സർഫസിൻ്റെ തൊട്ട് താഴെ കാണുന്ന ലെയറാണ് അൺസാച്ചുറേറ്റഡ് സോൺ. രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സോൺ. ഇനി സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൺസാച്ചുറേറ്റഡ് സോണിനെയാണ് എന്ത് പറയുന്നത്, സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ ആ ഒരു അൺസാച്ചുറേറ്റഡ് ലെയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടറാണ് ബഡോസ് വാട്ടർ. അതുപോലെ തന്നെ സോൺ ഓഫ് സാച്ചുറേഷൻ ആണ് നെക്സ്റ്റ് ലെയർ. ഈ ഒരു സോൺ ഓഫ് സാച്ചുറേഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ആ ഒരു വോയിഡ് സ്പേസിൽ ഫില്ലായിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫ്രിയാറ്റിക് വാട്ടർ എന്ന് നെയിം ചെയ്തത്. ഇത്രയാണ് മേജറായിട്ട് ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് സോണിൽ മൂന്ന് സോൺസ് ആണുള്ളത്. ഫസ്റ്റ് സോൺ ഓഫ് എയറേഷൻ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സോൺ. നമ്മൾ പറഞ്ഞു ഇത് ലാൻഡ് സർഫസിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു സോൺ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു സോണിൽ പോർ സ്പേസസ് ഫില്ല് ചെയ്തത് സോയിലും റോക്ക് പാർട്ടിക്കിൾസ്. ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം എയറും വാട്ടറും രണ്ടും ഒക്യുപ്പൈ ചെയ്യും അതിൻ്റെ വോയിഡ് സ്പേസിൽ. ഈ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റെയിൻഫോൾ, സോയിൽ ടൈപ്പ്, അതുപോലെ തന്നെ ഇവോപ്പറേഷൻ കണ്ടൻറ്റിനൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും അൺസാച്ചുറേറ്റഡ് സോണിൽ ഫില്ല് ചെയ്യുന്നത് വാട്ടർ. ഇനി ഇതിൽ വരുന്ന ഫസ്റ്റ് സോൺ, അൺസാച്ചുറേറ്റഡ് സോണിൽ ഫസ്റ്റ് സോണാണ് സോയിൽ വാട്ടർ സോൺ. വാട്ട് ഈസ് ദിസ് സോയിൽ വാട്ടർ സോൺ? അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് അൺസാച്ചുറേറ്റഡ് സോണാണ് സോയിൽ വാട്ടർ സോൺ.
ഈ ഒരു ലെയറാണ് ഗ്രൗണ്ട് സർഫസുമായിട്ട് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് സോയിൽ വാട്ടർ സോണാണ്. ഇനി ഈ ഒരു സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെയിൻഫോൾ, അതുപോലെ തന്നെ ഇവോപ്പോ ട്രാൻസ്പിരേഷൻ, നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ പറഞ്ഞ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഒരു സോയിൽ വാട്ടർ സോയിലിലെ വാട്ടറിനെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് സോയിൽ വാട്ടർ സോണിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ ഇവോപ്പറേഷനും ട്രാൻസ്പിരേഷൻ വഴിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു വാട്ടർ നമ്മൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്നു. അതായത് നമുക്ക് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ എന്ന് പറയുന്നത് ഈ ഒരു സോയിൽ വാട്ടർ സോണിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്ലാന്റ് റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു സോണിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് ഈസി ആയിട്ട് ഈ ഒരു സോയിൽ വാട്ടർ സോണിൽ നിന്ന് പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് സോണിൽ നെക്സ്റ്റ് വരുന്ന ഒരു സോണാണ് ഇൻ്റർമീഡിയറ്റ് വഡോർ സോൺ ഓർ ഇമ്മീഡിയറ്റ് വഡോർ സോൺ. രണ്ട് പേരിലും അത് പറയുന്നുണ്ട്. ഈ ഒരു സോണ് ഏതിൻ്റെ ഇടയിലായിട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഇൻ്റർമീഡിയറ്റ് വഡോർ സോൺ അത് പറയാൻ കാരണം അത് സോയിൽ വാട്ടർ സോണിൻ്റെയും അതുപോലെ തന്നെ കാപ്പിലറി സോണിൻ്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു സോൺ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഇമ്മീഡിയറ്റ് വഡോർ സോൺ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് വഡോർ സോൺ എന്ന് പറയുന്നത്. ഈ ഒരു സോണിനെ നമുക്കൊരു ട്രാൻസിഷൻ സോൺ എന്ന് പറയാം. കാരണം നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ ഈ ലെയറിലൂടെ കടന്നു പോയിട്ടാണ് എവിടെ എത്തുന്നത്? നമ്മളെ ഗ്രൗണ്ട് വാട്ടറായിട്ട് ഫൈനലി ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറിനെ നമ്മൾ ട്രാൻസിഷൻ സോൺ എന്നും കൂടി പറയും. ഇനി ഈ ഒരു സോണിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൈമർലി ഗ്രാവിറ്റി ഡ്രെയിനേജ് കാരണമാണ് ഈ ഒരു ലെയറിൽ വാട്ടർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി തേർഡ് ലെയർ മീൻസ് കാപ്പിലറി സോൺ. നമുക്കറിയാം സാച്ചുറേറ്റഡ് സോണിലെ പോർ സ്പേസ് ഒക്കെ കംപ്ലീറ്റ്ലി അതിൻ്റെ വോയിഡ് സ്പേസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അപ്പം നമ്മളൊരു ഗ്രാവിറ്റി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കാപ്പിലറി ആക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടറിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ലെയർ ആയിട്ടുള്ള സോയിൽ വാട്ടർ സോണിലേക്കും ഇൻ്റർമീഡിയറ്റ് വഡോർ സോണിലേക്കും വാട്ടർ എത്തുന്നത് ഈ ഒരു കാപ്പിലറി സോണിൽ നടക്കുന്ന കാപ്പിലറി ആക്ഷൻ്റെ ഫലമായിട്ടാണ് വാട്ടർ മുകളിലേക്ക് വരുന്നത്. ഇനി ഈ ഒരു കാപ്പിലറി സോണിൻ്റെ ഹൈറ്റ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? അത് ആ സോയിലിനും അതുപോലെ തന്നെ റോക്കിൻ്റെ പോർ സൈസ് ഡിസ്ട്രിബ്യൂഷനെയാണ് മെയിനായിട്ട് കാപ്പിലറി സോണിൻ്റെ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഫൈനർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിന് സ്മോളർ പോർ സ്പേസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹയർ ആയിട്ടുള്ള ഗ്രെയിൻഡ് മെറ്റീരിയൽസ് ആണ്, അതായത് കോഴ്സർ ഗ്രെയിൻ മെറ്റീരിയൽസ് ആണെങ്കിൽ അതിൻ്റെ പോർ സ്പേസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു കാപ്പിലറി സോണിൻ്റെ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത് സാച്ചുറേറ്റഡ് സോൺ. നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് സോണിൻ്റെ വോയിഡ് സ്പേസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് ആ ഒരു സാച്ചുറേറ്റഡ് സോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു വാട്ടർ ടേബിൾ കാണും. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ആ കംപ്ലീറ്റ്ലി വാട്ടർ ഒക്യുപ്പൈഡ് ചെയ്ത ആ ഒരു സ്പേസ് ആണ്. അത് നമ്മൾ പറയാം. സോൺ ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് വാട്ടർ ടേബിളിൽ നിന്ന് തുടങ്ങി താഴെ വരെയാണ് സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ജിയോളജിക്കൽ ഫോർമേഷനിൽ കംപ്ലീറ്റ്ലി വാട്ടർ ഫിൽഡ് ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടർ സ്റ്റോർ ചെയ്യുന്നതും അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ലെയറാണ്. ഇനി വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാം. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് അൺസാച്ചുറേറ്റഡ് സോണും സാച്ചുറേറ്റഡ് സോണും തമ്മിലുള്ള ഒരു ബൗണ്ടറിയാണ് വാട്ടർ ടേബിൾ. ഈ ഒരു ലെയർ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സാച്ചുറേറ്റഡ് സോണിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് സോണിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് പ്രഷറാണ്.
ഇനി ഈ ഒരു വാട്ടർ ടേബിളിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ലെവലിന് ഈക്വൽ ആയിട്ടുള്ള ലെയറാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഇത്രയാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ പറയുന്നത്. ഇതിൽ മേജർ സോൺസ് ആണ് സോൺ ഓഫ് സാച്ചുറേഷനും അൺസാച്ചുറേറ്റഡ് സോണും. അൺസാച്ചുറേറ്റഡ് സോണിനെ തന്നെയാണ് നമ്മൾ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോൺ ഓഫ് എയറേഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റിനെയാണ് വഡോസ് വാട്ടർ എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് സോണിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫ്രിയാറ്റിക് വാട്ടർ. ഇനി ഇതിൻ്റെ ഇടയിൽ അൺസാച്ചുറേറ്റഡ് സോണിൻ്റെയും സാച്ചുറേറ്റഡ് സോണിൻ്റെ ഇടയിലായിട്ടൊരു വാട്ടർ ടേബിൾ എന്ന് പറയുന്ന പോർഷൻ കാണാം. അത് ജസ്റ്റ് ഈ ഒരു രണ്ട് സോണിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് വാട്ടർ ടേബിൾ. ഇനി അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സോൺ ഓഫ് സാച്ചുറേഷൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ് സാച്ചുറേറ്റഡ് സോണിലെ പ്രഷർ. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് സോണിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പം ലെസ്സാണ്. ഇനി വാട്ടർ ടേബിളിൻ്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലാണ്. ഫൈനലി അൺസാച്ചുറേറ്റഡ് സോൺ 3 സോണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോയിൽ വാട്ടർ സോൺ, ഇമീഡിയറ്റ് വഡോസ് സോൺ, കാപ്പിലറി സോൺ. അതിൽ ഗ്രൗണ്ട് സർഫസിൽ ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള സോണാണ് സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സ് വരുന്നത് ഈ ഒരു സോണിലാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഈസിലി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ എന്ന് പറയുന്നത് സോയിൽ വാട്ടർ സോണിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടറാണ്. ഇനി ഇമീഡിയറ്റ് വഡോസ് സോൺ എന്ന് പറയുന്നത് ജസ്റ്റ് സോയിൽ വാട്ടർ സോണിൻ്റെയും അതുപോലെ തന്നെ കാപ്പിലറി സോണിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സോണാണ് ഇമീഡിയറ്റ് വഡോസ് സോൺ. ഫൈനലി കാപ്പിലറി സോൺ. കാപ്പിലറി സോണാണ് കാപ്പിലറി ആക്ഷൻ വഴി ഈ ഒരു സാച്ചുറേറ്റഡ് സോണിലുള്ള വാട്ടറിനെ മുകളിലെ ഗ്രൗണ്ട് സർഫസിലേക്ക് എത്തിക്കുന്നത്. ഇത്രയാണ് നമുക്ക് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്.